ഇനി നമ്മൾ ഓൾറെഡി എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ, ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം എന്നുള്ളൊരു അർത്ഥം മലയാളത്തിൽ. ആ ഒരു വേർഡിന്റെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അബ്രോഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഗൾഫ് ലീവായി എനിക്ക്, ഞാൻ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരുന്ന പിന്നെ ഫാദറിനെ വിളിച്ചു. അപ്പോൾ ഫാദർ എന്നോട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാണ് ഞാൻ ഓൾറെഡി അത് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ പറയാം, ഐ ഹാവ് ഓൾറെഡി ബുക്ക്ഡ് മൈ ടിക്കറ്റ്സ്. ഐ ഹാവ് ഓൾറെഡി ബുക്ക്ഡ് മൈ ടിക്കറ്റ്സ്. അവിടെ ഓൾറെഡി എന്നുള്ള വേർഡ് ഉണ്ട്. ആ ഓൾറെഡിൻ്റെ കൂടെ നമുക്ക് സാധാരണ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഐ ഹാവ് ഓൾറെഡി ബുക്ക്ഡ്, ഐ ഹാവ് ബുക്ക്ഡ്. പോസിറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചറാണ് വരിക. ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റു, 8 മണി ആയപ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫാദറിനോട് പറഞ്ഞു പല്ല് തേച്ച് ചോദിച്ചു. പല്ല് തേച്ചിട്ടില്ലല്ലോ, പോയി പല്ലേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പല്ല് വെച്ചിട്ടുണ്ടെന്ന്. അവിടെയും ഓൾറെഡി വന്നു. ഐ ഹാവ് ഓൾറെഡി ക്ലീൻഡ് മൈ ടീത്ത്. ഐ ഹാവ് ഓൾറെഡി ബ്രഷ്ഡ് മൈ ടീത്ത്. അവിടെ പ്രസന്റ് പെർഫെക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവസാനത്തെ 7ാമത്തെ കാറ്റഗറിയാണ് സ്റ്റിൽ എന്ന് പറഞ്ഞ വേർഡ്. ഈ ഒരു സിറ്റുവേഷനിലും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലുള്ള സൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ പോകണം, രാത്രി നല്ല ടയേർഡാവും, ചിലപ്പോൾ ഉറക്കമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടെ എത്തിയിട്ട് എനിക്ക് പ്രസൻറ്റേഷൻ കൊടുക്കണം, കോച്ചിങ് കൊടുക്കണം. അപ്പോൾ കോച്ചിങ് കൊടുക്കുമ്പോൾ എൻ്റെ ടയേർഡ്നെസ് കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചു ഭയങ്കര ടയേർഡാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ടയേർഡാണ്, ഞാൻ ഇതുവരെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ജെറ്റ് ലാഗിൽ നിന്ന് റീകവർ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉറക്കം നഷ്ടപ്പെട്ടുള്ള മന്ദപ്പ് ഉണ്ടാവുമല്ലോ, ആ മന്ദപ്പിനാണ് ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? I am really tired. I still haven't recovered from the jet lag. I still haven't recovered from the jet lag. എൻ്റെ ചെറിയ 2 ബ്രദേഴ്സ് ഉണ്ട്. ആ ബ്രദേഴ്സ് ഒരിക്കൽ ഭയങ്കര തല്ലുടിയിട്ട് ഒരു ബ്രദർ മറ്റേ ബ്രദറിനെ ഒരറ്റടി. അപ്പോൾ അന്ന് അവർ തെറ്റി പിരിഞ്ഞ് പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല, പിന്നെ മിണ്ടാതെ നടക്കുകയാണ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഫാദർ ആ തെറ്റിയ ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ മിണ്ടാതെ നടക്കുന്നത് ചോദിച്ചു. അപ്പോൾ നിങ്ങളെന്താ മിണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഓൻ എന്നെ അടിച്ചു. ഓൻ ഇതുവരെ എന്നോട് സോറി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഹീ സ്റ്റിൽ ഹാസിൻ സെഡ് സോറി ടു മീ. അപ്പോൾ വേർഡ് സ്റ്റിൽ ഉണ്ട് അവിടെ. ഹീ സ്റ്റിൽ ഹാസ് ഇൻ സെഡ് സോറി ടു മീ, ഹാസ് നോട്ട് സെഡ് സോറി ടു മീ. അപ്പോൾ ഇതിൽ നെഗറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 7 റിയൽ ലൈഫ് സിറ്റുവേഷൻസ് പെർഫെക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു.